അബ്ദുള്ള, ശ്രീമതി കെ സൗദ അബ്ദുള്ള, അച്ഛൻ്റെ പ്രവർത്തകരെ, ഈ സംരംഭത്തിന് പിന്തുണയും സഹകരണവുമായിട്ട് മുന്നോട്ട് വന്ന എല്ലാ നല്ലവരായ പ്രിയമുള്ള സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, മറ്റ് സുഹൃത്തുക്കളെ, നേരത്തെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാറുണ്ടെങ്കിലും മനസ്സിന് ഇത്രയും സന്തോഷം തരുന്ന ഒരു പരിപാടി, ഇത്തരം പരിപാടികൾ വളരെ അപൂർവമായിട്ടാണ് കിട്ടാറുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ശരിക്കും മനസ്സിന് നിറയുകയാണ്. ഇത്രയും ധന്യമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു ഭാഗ്യമുണ്ടായല്ലോ എന്ന് നോക്കുമ്പോഴേ തീർച്ചയായിട്ടും മനസ്സിൽ ഒരുപാട് ഓർമ്മ അനുഭവപ്പെടുകയാണ്. ലോകത്തെ എല്ലാ മതങ്ങളുടെയും സാരാംശങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലെ സക്കാത്ത് എന്ന ആശയമാണ്. ലോകത്തിലെ എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളും ഒരുപാട് സാരോപദേശങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും മഹത്തരമായൊരു സാരോപദേശം സക്കാത്ത് എന്ന ഒരാശയം മറ്റേതെങ്കിലും മതം നൽകുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഒരാൾ അയാൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൻ്റെ 2% അയാളോടൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമ്പത്തില്ലാത്തവർക്ക് വേണ്ടി അവരുടെ ക്ഷേമത്തിനായിട്ട് അവർക്കൊരു നല്ല ജീവിതം കൊടുക്കാനായിട്ട് മാറ്റിവെക്കണമെന്നാണ് വിശുദ്ധ വിശ്വസിക്കുന്നത്. ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് കുടുംബങ്ങളുടെ എണ്ണവും കൂടി വരികയാണ്. ഒരു വീട്ടിൽ തന്നെ മക്കൾ മുതിർന്നു കഴിയുമ്പോൾ വേറെ 2-3 കുടുംബങ്ങളായിട്ട് മാറുകയാണ്. ഇവരുടെ എല്ലാം പാർപ്പിട പ്രശ്നം എന്നൊരു വലിയ ഒരു ചോദ്യചിഹ്നത്തിന് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഉത്തരം കണ്ടെത്തേണ്ട ഒരു അവസ്ഥയാണ്. ഇത്തരം ഒരു അവസ്ഥയിൽ പോലൊരു സംഘടന ഈ ഒരു മഹാദൗത്യം, ഒരു മഹത്തായ ഒരു ദൗത്യം ഏറ്റെടുത്ത് ചോല എന്ന ഈ പദ്ധതിക്ക് രൂപം നൽകിയതും 50 വീടുകളുടെ നിർമ്മാണം ഏറ്റെടുത്തതും, അങ്ങനെ വീടെന്നൊരു സ്വപ്നം ഈ 50 കുടുംബങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ, അവർക്ക് നല്ലൊരു മനോഹരമായൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ മുന്നോട്ട് വന്നു വരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ നാടിന് തന്നെ ഒരു വലിയ മാതൃകയായിട്ട് വേണം കാണാൻ. ഞാൻ ഈ ടച്ചിൻ്റെ പ്രസിഡന്റ് ചെയർമാൻ ശ്രീ U. അബ്ദുള്ളയെയും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ നല്ല മനുഷ്യരെയും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ് അനുമോദിക്കുകയാണ്. ഇനിയും ഈ നാടിന്റെ പുണ്യമായിട്ട് ടച്ചും ടച്ചിന്റെ പ്രവർത്തനവും അനവധി സംവത്സരങ്ങൾ നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഇന്നിവിടെ വീട് ലഭിച്ച എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇവിടെ ക്ഷണിച്ച ടച്ചിന്റെയും ഈ സ്വാഗത സംഘത്തിന്റെയും സാരഥികളോട് എന്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയനായ അധ്യക്ഷൻ, ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ U. അബ്ദുള്ള സാഹിബ്, നമ്മുടെ ഈ പരിപാടിയിൽ വളരെ സജീവമായി സംബന്ധിച്ച നമ്മുടെ MLA സഹോദരൻ AK ശശീന്ദ്രൻ, അതുപോലെ നമ്മുടെ ജില്ലാ കളക്ടർ സഹോദരൻ KV മോഹൻകുമാർ IAS, വേദിയിലുള്ള ജനപ്രതിനിധികളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ ദൈവം നമ്പുരാന്റെ അനുഗ്രഹം, കാരുണ്യം നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ.
ആർഭാടം കുറഞ്ഞ, ഒരുപാട് പ്രചരണ കോലാഹലങ്ങളൊന്നുമില്ലാത്ത ഒരു ചെറിയ ലളിതമായ ചടങ്ങ്. പക്ഷേ ഒരുപാട് സന്ദേശങ്ങൾ ഈ ചടങ്ങ് ഈ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില വിഷയങ്ങളിലേക്ക് ബഹുമാന്യരായ മുൻ പ്രഭാഷകർ സൂചനകൾ നൽകുകയുണ്ടായി. ഈ സന്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ കാലത്ത് അപകടകരമായി വളർന്നുകൊണ്ടിരിക്കുന്ന അരാഷ്ട്രീയവാദത്തിൻ്റെ സൂത്രവാക്യമാണ് എല്ലാവരും കണക്കാണ് എന്നത്. അറിവുള്ളവരും ഇല്ലാത്തവരും ഔദ്യോഗിക വേദികളിൽ വെച്ചും അല്ലാതെയുമൊക്കെ എല്ലാവരും കണക്കാണ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു അരാഷ്ട്രീയ സാമാന്യവൽക്കരണം യഥാർത്ഥത്തിൽ സമൂഹത്തിലെ തിന്മയുടെ വക്താക്കൾക്ക് മാത്രമാണ് ഗുണം ചെയ്യുന്നത് എന്നത് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിനിടയിലാണ് അങ്ങനെ എല്ലാവരും കണക്കല്ല, നേരിന്റെയും നീതിയുടെയും നന്മയുടെയും പക്ഷത്ത് വളരെ ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ചിലരുണ്ട് എന്ന ഒരു മഹത്തായ സന്ദേശം ടച്ചിന്റെ ചോല പദ്ധതിയുടെ ഈ പ്രഖ്യാപന സദസ്സ് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം അതാണ് എന്നെനിക്ക് തോന്നുന്നു. 1429 അവകാശിയെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടി ആദരണീയ അധ്യക്ഷൻ യുവജനവർക്ക്, നമ്മുടെ ഉദ്ഘാടകൻ ശശിധരൻ MLA, ജില്ലാ കളക്ടർ കെ മോഹൻകുമാർ IAS, മുഖ്യപ്രഭാഷണം നടത്തിയ ഷിഹാബുദ്ദീൻ ഇബ്നു ഹംസ, ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശശിയേട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മക്കടൂർ ഗോപാലൻ, വാർഡ് മെമ്പർ ബുഷ്ര, KM സുലേഖ ടീച്ചർ, MK മുഹമ്മദ്, CK ആലിക്കുട്ടി മാസ്റ്റർ, അക്കിനാരി മുഹമ്മദ്, KM ചന്ദ്രൻ, K പ്രൈംരാജ്, സൗദ അബ്ദുള്ള, KP ബഷീർ, സ്വാഗതം ആശംസിച്ച അബ്ദുറഹിമാൻ, മറ്റ് ടച്ചിന്റെ പ്രവർത്തകരെ, ഇതിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു വളരെ ധന്യമായ മുഹൂർത്തത്തിലാണ് നമ്മളേവരും ഇന്ന് സന്നിഹിതരായിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള എൻ്റെ സന്തോഷം ഞാൻ ആദ്യം തന്നെ നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. നമുക്കറിയാം, ഏതവന്റെയും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ഒരു സ്വന്തമായ വീട് എന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഭവന പദ്ധതികളിലൂടെയൊക്കെ തന്നെ വീടുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ അനുബന്ധമായ സംഖ്യകൾ കൊണ്ടൊന്നും വീട് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകൾക്കും ടച്ചിന്റെ സ്നേഹസ്പർശം കൊണ്ട് വീട് പൂർത്തിയാക്കിയ അനുഭവങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അനവധിയാണ്. അതിനൊക്കെ പുറമെ ഒരു പുതിയ സംരംഭത്തിലേക്കാണ് ടച്ച് ഇപ്പോൾ കാൽവെച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമായ വീട്, നേരത്തെ കളക്ടർ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു വീടിന് ഏകദേശം 3.5 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നുണ്ട്. എത്രയും വലിയ ഒരു സംഖ്യ മുടക്കിക്കൊണ്ട് ഒരാളുടെ വലിയൊരു സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി താല്പര്യമെടുത്ത ടച്ച് ചാരിറ്റബിൾ ട്രസ്റ്റിനെയും അതിന്റെ ഭാരവാഹികളെയും അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, 40 വീടുകൾ എന്ന ഈ പദ്ധതി ഏകദേശം 50 വീടുകളാക്കി ഉയർത്തുകയും ഏകദേശം 168ഓളം അപേക്ഷകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വീടുകളിലെ നേരത്തെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ ആരെ
തിരഞ്ഞെടുക്കണം, എല്ലാവരും ഒന്നിനൊന്ന് വളരെ പ്രയാസം അനുഭവിക്കുന്നവരാണ്. ആരെ തിരഞ്ഞെടുക്കണം എന്ന ആശങ്കയിലായിരുന്നു തുടക്കം മുതൽ ഇവർ ബുദ്ധിമുട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അർഹരായ ആളുകളെയാണ് ഇപ്പോൾ 6 ആളുകളെ തിരഞ്ഞെടുത്തത്. ഇനി അങ്ങോട്ട് 44 ആളുകൾക്ക് കൂടി നമുക്കിവിടെ വീട് കൊടുക്കുവാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവരുമായിട്ട് എനിക്ക് അബ്ദുള്ളക്കായെ 5-6 വർഷം മുമ്പ് തന്നെ പരിചയമുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് ഈ ആളുകളുടെ വീടെന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വപ്നം, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ തൊഴിൽ സംരംഭങ്ങളും മറ്റു പ്രവർത്തനങ്ങളും ഇതിനോടനുബന്ധിച്ച് തയ്യാറാക്കും എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ആ ഒരു പ്രവർത്തനം കൊണ്ട് ഒരു മഹത്തായ കാര്യം നിർവഹിച്ച, അതായത് ഒരുപാട് ആളുകൾക്ക് വളരെ ഗുണപ്രദമായ കാര്യങ്ങൾ നിർവഹിച്ച ട്രസ്റ്റിനെ വീണ്ടും അഭിനന്ദിക്കുകയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ അടുത്ത പദ്ധതി, അദ്ദേഹത്തെ സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പദ്ധതി 10 നിർധനരായ ആളുകളുടെ സമൂഹ വിവാഹമാണ്. വസ്ത്രം, സ്വർണം, ഭക്ഷണം എന്നിവ കൊടുത്തുകൊണ്ട് വിവിധ മതസ്ഥരെ അതത് മതത്തിലുള്ള ആചാരപ്രകാരം വിവാഹം കഴിച്ചയക്കുന്ന ഒരു പദ്ധതിയാണ് അദ്ദേഹം അടുത്തതായി ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നത് വളരെ സന്തോഷപൂർവ്വം നമുക്ക് ഏവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇതുപോലെ ഒരുപാട് മഹത്തായ കാര്യങ്ങൾ നിർവഹിച്ച് ഇനിയും ചാരിറ്റബിൾ ട്രസ്റ്റ് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്വപ്ന ഭവനം ഇതിലെ ഗുണഭോക്താക്കളായ മുഴുവൻ ആളുകളും അവരുടെ സ്വപ്നമായി ഉയർത്തിക്കൊണ്ട് ഒരു മുതൽക്കൂട്ടാക്കി മാറ്റുവാൻ ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ ശ്രീ അബ്ദുള്ള, ബഹുമാനപ്പെട്ട സ്ഥലമംഗലിന്റെ കെ ശശിധരൻ, ഇതിന്റെ താക്കോൽദാര നിർദ്ദേശിച്ചുള്ള IAS ജില്ലാ കളക്ടർ നോക്കുക, മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ള സഹാബുദ്ദി ഇബ്നു ഹംസ, തിരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നോക്കുക, ഇവിടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ശ്രീമതി GK ബുഷറ, ശ്രീ മുഹമ്മദ് അഖിനായി, AP അസോമ മാസ്റ്റർ, ശ്രീ MK മുഹമ്മദ്, ശ്രീ CK അലിക്കുട്ടി മാസ്റ്റർ, ശ്രീ KN ചന്ദ്രൻ, ശ്രീ K പ്രേംരാജ്, നന്ദി പ്രകാശിച്ചുകൊണ്ട് സംസാരിക്കുന്ന ശ്രീമതി PK സൗദ അർജുന, ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ സംസാരിക്കുന്നത്. ഇത്തരത്തിലുള്ള വലിയൊരു ചടങ്ങിലാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളതെന്ന് ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ട്രസ്റ്റ് ചെയർമാൻ ശ്രീ അബ്ദുള്ള, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി K മഞ്ജുള, ജില്ലാ പഞ്ചായത്ത് അംഗം മക്കളൂർ ഗോപാൽ, വേദിയിലിരിക്കുന്ന മറ്റ് ജനപ്രതിനിധികളെ, വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ കഷ്ടപ്പെടുന്നവരെയും അതുപോലെ തന്നെ അഗതികളെയും ഒക്കെ തന്നെ പുനരന്വേഷിപ്പിക്കുന്നതിന് വേണ്ടി കുറേ വർഷമായി ഇതുപോലുള്ള പ്രവർത്തനം നടത്തി വരുന്ന ഈ ട്രസ്റ്റിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ രാജ്യത്ത് വീടില്ലാത്തവർ, അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തവർ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇന്ത്യ ഗവൺമെന്റും അതുപോലെ സംസ്ഥാന ഗവൺമെന്റും ഒക്കെ എത്രമാത്രം പദ്ധതികൾ ആവശ്യക്ക് നടപ്പിലാക്കിയാലും ഇന്ന് നമ്മുടെ കേരളത്തിന്റെ എല്ലാ പട്ടണങ്ങളിലും രാത്രികാലമാകുമ്പോൾ കടകൾ അടയ്ക്കാൻ കാത്തു നിൽക്കുന്ന ലക്ഷങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്, ഒരു മഹാരാജ്യമാണ് നമ്മൾ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ അബ്ദുള്ള സാഹിബ്, നമ്മുടെ MLA ശശീന്ദ്രൻ അവർ, മറ്റ് ജില്ലാ കളക്ടർ മോഹൻ കുമാർ അവർ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു എത്തി, മറ്റ് വൈസ് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ നാട്ടുകാരെ വിളിച്ചിട്ടുണ്ട്.
നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്താ വെച്ചാൽ ഇത്രയും ധന്യമായ ഒരു മുഹൂർത്തത്തിൽ ഇതിൽ ഒരു പങ്കുവെക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അതിനാണ് അള്ളാഹിനോട് സ്തുതി പറയുകയാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ചുറ്റുപാട് ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം വീടുകളുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കുറേ പേർക്ക് വീടുകളില്ലാതെ അവശരായി അസുഖങ്ങളായി കാണുന്നവരുണ്ട്. അവരെ ആരും